ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് അല്ലെങ്കിൽ ഒരു കമ്പാരിസൺ എന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് പറയായിരിക്കും റീസെൻ്റ്ലി നമ്മുടെ ആൻഡ്രോയിഡ് 16 എഡിഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ One UI 8 അതുപോലെ തന്നെ നമ്മുടെ OxygenOS 16. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ആൻഡ്രോയിഡിൽ ബെസ്റ്റ് UI ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രണ്ടെണ്ണമാണ് ടോപ്പ് 1-2 സ്പോട്ടിൽ വരിക. അപ്പോൾ അതിൻ്റെ ഒരു ക്വിക്ക് കമ്പാരിസൺ എന്ന് പറയാൻ പറ്റില്ല. എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ, അതായത് എനിക്കിഷ്ടപ്പെട്ട, അതായത് നിങ്ങൾക്കറിയാമല്ലോ ഇപ്പോൾ കുറേ ഫീച്ചേഴ്സും ആനിമേഷൻസും എല്ലാം ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഞാനിപ്പോൾ രണ്ടും ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ ആക്ച്വലി OxygenOSൻ്റെ ഇത് 13S ആണ്. ഇതിൽ ആക്ച്വലി വന്നേക്കുന്നത് ബീറ്റ വെർഷനാണ്. പക്ഷേ നമ്മൾ 2-3 ദിവസമായിട്ട് സാധനം ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെയായിട്ട് ഒരു ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് ഇത് ഫൈനലായിട്ടുള്ളൊരു ബീറ്റ എഡിഷൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് തന്നെ ആയിരിക്കും ഇനി അടുത്ത മാസം എന്തായാലും നിങ്ങൾക്ക് അറിയാം സ്റ്റേബിൾ എഡിഷൻ വരുന്നുണ്ട്. ഒരു ഡിഫറൻസും വരാൻ ചാൻസ് ഇല്ല. ഇതിൽ ആക്ച്വലി ഒരു പുതിയ നിങ്ങളൊരു OxygenOS 16ൻ്റെ ബീറ്റ വെർഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ഒരു AI പ്ലേ ലാബ്സ് എന്ന് പറഞ്ഞൊരു ആപ്പ് എക്സ്ട്രാ ഉണ്ട്. നമുക്ക് കുറച്ചും കൂടി ഞാനത് കാണിച്ചു ഞാൻ സെപ്പറേറ്റ് അതിൻ്റെ ഷോർട്സ് ഇടാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ രണ്ട് കമ്പാരിസൺ ചെയ്ത് നോക്കാം. അപ്പോൾ One UI 8 കമ്പാരിസൺ ഞാൻ പറയുന്നില്ല, എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ മാത്രം പറയുന്നുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം ചിലപ്പോൾ മാറാം. നിങ്ങൾ രണ്ടും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ OxygenOSഉം One UI ഉപയോഗിക്കുന്നുള്ളവരൊന്നും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇതിലിപ്പോൾ ആദ്യത്തെ ക്യാരക്ടർ തന്നെ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ എന്താ പറയുക, ഒരു ഓവറോൾ ഒരു ഭംഗി, ഒരു ലുക്ക് ആൻഡ് ഫീൽ ഉണ്ടല്ലോ. ലുക്ക് ആൻഡ് ഫീലിൽ എനിക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ടത് OxygenOS തന്നെയാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ലോക്ക് സ്ക്രീൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഇതിൻ്റെ ലോക്ക് സ്ക്രീനും ഇതിൻ്റെ ലോക്ക് സ്ക്രീനും നമുക്ക് നോക്കുമ്പോൾ അപ്പോൾ തന്നെ അറിയണ്ടായിരിക്കും. ലുക്ക് ആൻഡ് ഫീലിൽ OxygenOS ഒരു രക്ഷയില്ല. OxygenOS 15 നല്ല തന്നെയായിരുന്നു, പക്ഷേ ഇതിൽ അത് കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലുക്ക് ആൻഡ് ഫീലിൽ ആക്ച്വലി പോയിൻറ്റ് ഗോസ് ടു OxygenOS ആണ്. അടുത്തത് ആനിമേഷൻസ് ആണ്. ആനിമേഷൻസ് രണ്ടും ബട്ടർ സ്മൂത്ത് തന്നെയാണ്. നിങ്ങൾക്കിപ്പോൾ ഇതിപ്പോൾ ഉണ്ടോ ഒരു പ്രോബ്ലംസും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ആനിമേഷൻസ് വേണമെങ്കിൽ ടൈ ആക്കാം. അപ്പോൾ നമുക്ക് One UIന് 1 പോയിൻറ്റ് കൊടുക്കാം, അതുപോലെ തന്നെ നമ്മുടെ OxygenOSന് 1 പോയിൻറ്റ് കൊടുക്കാം. ഇനി അടുത്തത് നമുക്ക് എക്സ്ട്രാ ഫീച്ചേഴ്സുകളാണ്. എക്സ്ട്രാ ഫീച്ചേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ടത് നമ്മുടെ One UI ആണ്. എന്താ വെച്ചാൽ One UIയിൽ നമുക്ക് കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട്. എക്സാമ്പിളായിട്ട് നമ്മുടെ ഇപ്പോൾ ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് പറയണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഫീച്ചേഴ്സ് ഓൾമോസ്റ്റ് എല്ലാത്തിനും ഉണ്ട്. പക്ഷേ ഞാൻ പറയുമ്പോൾ ഒരു എന്താ പറയുക, ഒരു യൂസ് ചെയ്യാനുള്ള ഒരു ഈസിനെസ്സും അതുപോലെ തന്നെ ഒരു എന്താ പറയുക അതിൻ്റെ UIൻ്റെ ഒക്കെ ഒരു സംഭവം ഉണ്ടല്ലോ. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ക്വിക്ക് ഷെയറിൻ്റെ കാര്യം പറയുന്നത് തന്നെ ക്വിക്ക് ഷെയർ ഏറ്റവും ബെസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത് സാംസങ് One UI 8ലാണ്, One UIയിലാണ് OxygenOS. ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ഫോൺസിലുള്ളതുകൊണ്ട് കുറേ ഫയൽസുകൾ നമ്മൾ അങ്ങോട്ട് സെൻഡ് ചെയ്യാറുണ്ട്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇത് എന്താ ഇപ്പോൾ ഈ രണ്ടെണ്ണത്തിൽ നമ്മൾ ഒരേ ഒരു വാൾപേപ്പർ ഇട്ടേക്കുന്നത് ലൈവ് വാൾപേപ്പറാണത്. ഇത് വീഡിയോ ആണ്. അത് ആക്ച്വലി ഞാൻ ഒരു വീഡിയോസ് നിങ്ങൾക്ക് വാൾപേപ്പർ ആക്കാനുള്ള ഒരു ആപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആക്ച്വലി അതിൻ്റെ ത്രൂ ആണ് നമ്മൾ ഇട്ടേക്കുന്നത്. വീഡിയോ ആണ് കേട്ടോ, അത് ചെറുതായിട്ട് മൂവിങ് ആവുന്നുണ്ട്. അപ്പോൾ അത് ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടു. അപ്പോൾ ഇത് അങ്ങോട്ട് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ One UI കൂടെ സെൻഡ് ചെയ്യുമ്പോൾ ഇത് ബീറ്റ വേർഷൻ ആയതുകൊണ്ടാണോന്നും അറിയില്ല, നമുക്ക് നമ്മുടെ എന്താ പറയുക ഈസി അല്ലെങ്കിൽ ക്വിക്ക് ഷെയർ ഉപയോഗിക്കുമ്പോൾ ഫെയിലിംഗ് വരുന്നുണ്ട്. One UIയിൽ നമുക്ക് ആ ഇഷ്യൂസ് ഒന്നും ഫേസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആക്ച്വലി ഒരു പോയിൻറ്റ് One UIന് കൊടുക്കുന്നു. പിന്നെ ബാറ്ററി ബാക്കപ്പ് സംഭവങ്ങളൊക്കെ ആയിക്കോട്ടെ, അത് ഓൾമോസ്റ്റ് ഈക്വൽ തന്നെയാണ്. വലിയ ഡിഫറൻസ് അത് നമുക്ക് വൈഡ്ലി ഇപ്പോൾ അല്ലെങ്കിൽ ഒരേ ഡിവൈസ് ആയിരിക്കണം എന്നാലും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. പിന്നെ നമുക്ക് നോക്കാനുള്ളത് അപ്ഡേറ്റ്സിൻ്റെ കാര്യമാണ്. അപ്ഡേറ്റ്സ് രണ്ടിലും ബെസ്റ്റാണ്, ഒന്നും പറയാനില്ല. അപ്പോൾ ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നോക്കി കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് One UI ആണ്. പക്ഷേ നമ്മളൊരു പ്രാക്ടിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു എന്താ പറയുക, ശരിക്കും ഒരു കമ്പാരിസണായിട്ട് നോക്കി കഴിഞ്ഞാൽ രണ്ടും ടൈ ആയിട്ട് തന്നെ വരുള്ളൂ, ഉറപ്പാണ്. രണ്ടെണ്ണത്തിലും ബെസ്റ്റ് ഫീച്ചേഴ്സും എല്ലാ ആനിമേഷൻസും എല്ലാം ടോപ്പ് നോച്ചാണ്. പെർഫോമൻസ് ആയിക്കോട്ടെ എല്ലാം ടോപ്പ് നോച്ചാണ്. അപ്പോൾ പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ എനിക്ക് One UI 8 ആണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അത് ആക്ച്വലി കമ്പാരിസണൊന്നുമല്ല, ജസ്റ്റ് നമ്മുടെ ഒരു യൂസേജ് ചെയ്തിട്ട് ഏതാ ഇഷ്ടപ്പെട്ടെന്നുള്ളത് കേട്ടോ. അതാണ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാൻ പറയുന്നത്. നിങ്ങൾ ഇതുപോലെ One UI 8ഉം അതുപോലെ തന്നെ OxygenOS 16ഉം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട, നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന്. അപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് പോയിൻറ്റ്സുകൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞല്ലോ. എന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് വൈഡ്ലി അങ്ങോട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ രണ്ടും വേറെ പ്രൊഡക്ട്സുകളാണ്. ഞാൻ ആക്ച്വലി കുറച്ചൊരു പോയിൻറ്റ്സൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് ആകെ എന്ന് വെച്ചാൽ ഇത് രണ്ട് ഡിവൈസുകളാണല്ലോ. ഒരു സെയിം ഡിവൈസാണെങ്കിൽ പിന്നെ നമുക്ക് കമ്പയർ ചെയ്ത് പറയാം. പക്ഷേ ഇതങ്ങനെ പറ്റില്ല, അതാണ് പ്രോബ്ലം. അപ്പോൾ എന്തായാലും ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. നമുക്ക് നമ്മുടെ 2 ചാനൽസ് മാത്രമേ പോയി കണ്ടു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വിളിക്കൊന്ന് ഷെയർ ചെയ്യാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാനാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മൾ ടെക്കിലെ ഫിനാൻഷ്യൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. നമ്മൾ സ്മാർട്ട് ഫോൺ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്തതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരെ ഫോളോ ചെയ്യുക.
നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ടാണ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ടെലിഗ്രാം പേജും ടെലിഗ്രാം ചാനലും ഫോളോ ചെയ്യാൻ മറക്കണ്ട. ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകളൊക്കെ കൊടുത്തിട്ട് അത്രേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ചെയ്യാം. ബൈ.